നമസ്കാരം. മാവൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 10ഓളം കടകളിൽ മോഷണം നടത്തിയ ജിഹാബുൽ റഹ്മാൻ എന്ന് പറയുന്ന ആസാം സ്വദേശി ഒരു ദിവസത്തിനുള്ളിലാണ് മാവൂർ പോലീസ് പിടികൂടിയിരിക്കുന്നത്. നിരവധി മോഷണ കേസിലെ പ്രതിയാണ് ഈ ആസാം സ്വദേശി. 8ഓളം കടകൾ നിരത്തി ഒരു മോഷണം നടത്തുക. അപ്പോൾ ആ കടകൾ നിരത്തി മോഷണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് ഭയങ്കര ഒരു മോശം ഇമേജ് ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് സമ്മർദ്ദത്തിലായിരുന്നു. ഞങ്ങളത് അന്വേഷിച്ച് നോക്കുമ്പം നമ്മളിവിടെ മാത്രമല്ല, മുക്കം, അതുപോലെ കൊടുവള്ളി ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ കുന്നമംഗലം ഭാഗത്തും ചില കടകളിലുമൊക്കെ മോഷണം നടത്തി വരുന്നതിന് കണ്ടു. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ ഞങ്ങളെ പോലീസ് അതിനെ സമീപിക്കുകയും കടകളിൽ പോയത് കേവലം 10,000 5,000 ഒക്കെയുള്ള ചെറിയ ചെറിയ തുകകളാണെങ്കിൽ പോലും ഇതിന് ഗൗരവം മനസ്സിലാക്കിയുള്ള ഒരു ടീം വർക്കിലാണ് നമുക്ക് ഒരു അന്തർസംസ്ഥാന മോഷ്ടാവായിരിക്കുന്ന ഒരു ജിയാബുർ റഹ്മാനെ നമുക്ക് പിടികൂടാൻ കഴിയുന്നത്. ജിയാബുർ റഹ്മാൻ 27 വയസ്സുള്ള ജിയാബുർ റഹ്മാൻ ആസാം സ്വദേശിയാണ്. ഇവിടെ വന്ന് കോഴിക്കടയിലും അതുപോലെ തന്നെ ഹോട്ടലുകളിലും ഒക്കെ ജോലി ചെയ്യുന്ന സ്വഭാവമാണ്. ഇയാളുടെ രീതി, വടനിലത്ത് ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നു, അത് കഴിഞ്ഞൊരു മാസം നിന്നിട്ട് അവിടെ നിന്ന് മാറുന്നു, പിന്നെ കുന്നമംഗലത്ത് വരുന്നു. കുന്നമംഗലത്ത് നിൽക്കുന്ന സമയത്ത് വടനിലം പോയി ഒരു മോഷണം നടത്തുന്നു. കുന്നമംഗലത്ത് നിന്നുള്ള ജോലിയിൽ നിന്ന് മാറുന്നു, വേറെ സ്ഥലത്തേക്ക് മാറുന്നു. അങ്ങനെ കുറച്ചു കാലം നിന്ന് ആ സ്ഥലം പരിചയമാക്കി ആ സ്ഥലത്ത് പോയി മോഷണം നടന്നൊരു ശൈലിയാണ് അയാൾ ഉപയോഗിച്ചത്. പിടികിട്ടാതെ നടക്കുകയായിരുന്നു. മാവൂർ വന്ന് ഞങ്ങളുടെ വലയിൽ വീഴുകയായിരുന്നു. മാവൂരിൽ ഇപ്പം നമുക്ക് എല്ലാ കേസുകളൊക്കെ നമ്മുടെ ടീം വളരെ നന്നായിട്ട് ഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചോദ്യം ചെയ്തതിൽ ഇദ്ദേഹം കുറ്റം സമ്മതിച്ചിട്ട് അതിനകത്ത് നമ്മുടെ മാവൂരിൽ നിന്ന് മോഷ്ടിച്ച ഒരു ഷോപ്പിൽ നിന്ന് മോഷ്ടിച്ച ബാഗ്, അതുപോലെ തന്നെ ഷൂ, ചെരുപ്പ്, അങ്ങനെ സ്ഥലം കിട്ടേണ്ടായി. മറ്റൊരു കടയിൽ നിന്ന് മോഷ്ടിച്ച പണം, വേറെ കടയിൽ നിന്ന് മോഷ്ടിച്ച ചില്ലറ നാണയങ്ങൾ, മുക്കത്ത് നിന്നും മോഷ്ടിച്ച ഒരു മൊബൈൽ ഫോൺ, അതുപോലെ കൊടുവള്ളിയിൽ നിന്ന് മോഷ്ടിച്ച ഫോൺ തുടങ്ങി ഒരു 40,000 രൂപയോളം ക്യാഷും ഇത്രയും സാധനങ്ങളും, അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റൈൽസ് മോഷ്ടിച്ച 2 ഷർട്ട്, ഒരു തൊപ്പി തുടങ്ങിയ സാധനങ്ങളും നമുക്ക് തൊണ്ടി മുതലും കൂടി കിട്ടുകയുണ്ടായി. അത് ഇയാൾ ഇതിനു വേണ്ടി കൂടുതൽ വ്യാപകമാക്കി മോഷണം നടത്തി കുറച്ചുകൂടി വലിയൊരു തുക സമ്പാദിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ മോഷ്ടിച്ച കടകളിലൊക്കെ അയാൾ ഉദ്ദേശിച്ച രീതിയിലുള്ള തുക കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം നാട്ടിൽ പോകാതിരുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒരു നല്ല പുതിയൊരു ഇംപ്ലിമെൻ്റ് അയാൾ തയ്യാറാക്കിയിട്ടുണ്ട്. സലീമുട്ടത്തും അതുപോലെ തന്നെ ശിവകുമാർ IP, മാവൂർ IP ശിവകുമാർ, പ്രജീഷ്, ജിനേഷ് ചുരൂര്, ഷിജു, പ്രമോദ്, രജീഷ്, നിതീഷ്, ശ്രീജിത്ത് തുടങ്ങി ഇത് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ ഞങ്ങൾ നേരിട്ടുണ്ടെങ്കിലും ബാക്കി ഇവരുടെ ഡ്യൂട്ടിയൊക്കെ ബാക്കിയുള്ളവർ ചെയ്ത ഒരു ടീമായിട്ട് തന്നെയാണ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഒരു ഉറക്കമില്ലാത്ത രാത്രി എന്ന് തന്നെ പറയാം. ഞങ്ങളിതിന് പിന്നാലെ രാത്രി ഇവിടുന്ന് ഞങ്ങൾ എങ്ങനെയാണോ കള്ളൻ പോയത് ആ രീതിയിൽ ഞങ്ങൾ സഞ്ചരിച്ച് ആ പിന്നാലെ പോയി ഓരോന്നും എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഒരു ഓട്ടോയിൽ ഇയാൾ കയറിയതായിട്ടുള്ള വിവരം നമുക്ക് കിട്ടി. ആ ഓട്ടോക്കാരൻ കണ്ടെത്താൻ പറ്റി. അങ്ങനെ ഇയാൾ പിന്നെ ഇറങ്ങിയ സ്ഥലം ഞങ്ങൾ കണ്ടെത്തി. അവിടുന്ന് ഇയാൾ ബസ്സിൽ കയറിയത് കണ്ടെത്തി. ആ ബസ്സിൽ കയറിയത് കണ്ടെത്തി ആ ബസ് പിന്നാലെ പോയി ഞങ്ങൾ നോക്കി സ്ഥലം കണ്ടെത്തി. ഇനി കൂടുതൽ മറ്റു കാര്യങ്ങൾ പറയുന്നതിൽ അവർക്ക് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി കാര്യങ്ങൾ വിശദമായി പറയുന്നില്ല. ഒരു എഫേർട്ട് സ്ഥലത്ത് കണ്ടെത്തി അയാൾ കണ്ടെത്തുന്ന സ്ഥലം തുടങ്ങി ഒടുവിൽ അയാൾ ഇന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം എന്ന് മനസ്സിലാക്കി അരീക്കോട് ഭാഗത്ത് പരിശോധന നമ്മൾ സജീവമാക്കി. അരീക്കോട് ഭാഗത്ത് നമുക്ക് ഇയാളെ കിട്ടുകയാണ് ഉണ്ടായത്. പിന്നെ ചുമന്ന ചെരുപ്പ് അയാളുടെ ഒരു വീക്ക്നെസ് ആണ്. അയാൾ ധരിച്ചിരുന്ന ചെരുപ്പും ചുവന്നതാണ്. ചുവന്ന ചെരുപ്പോടെ കണ്ടപ്പോൾ ഇഷ്ടമുള്ള ചെരുപ്പായതുകൊണ്ട് എടുത്തു എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. ഇത് ചെയ്യുകയാണെങ്കിൽ ആക്രമിക്കാൻ പോലും മടിക്കാത്ത രീതിയിലുള്ള ഒരു സ്വഭാവമുള്ളൊരു ആളാണ്. ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്കിതിനെ ഇയാൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ മേലാറ്റൂർ കഴിഞ്ഞ വർഷം ഇയാൾക്കെതിരെ കേസുണ്ടായിരുന്നു. 3 മാസത്തോളം അയാൾ ജയിലിൽ കിടന്ന് ജാമ്യം ഇറങ്ങിയിട്ട് മാറി നടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും എന്താ വെച്ചാൽ നമുക്ക് കടകളിൽ നമ്മൾ CCTV വെക്കുന്നു എന്നുള്ളതും വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഇയാള് മാവൂര് ഒരു 11ഓളം ഷോപ്പുകളിൽ ഇയാൾ അറ്റൻഡ് നടത്തിയിരുന്നു. ഒരു 3 ഷോപ്പുകളിൽ അയാൾക്ക് കയറാൻ പറ്റിയില്ല. വളരെ സുരക്ഷിതമായി ആ ഷോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് പ്രത്യേക അഭിനന്ദനം പറയാണ്. അതുപോലെ പല ഷോപ്പുകളിലും ക്യാമറകൾ വെച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ലീഡ് കിട്ടിയത്. ആ ക്യാമറകൾ വെച്ച അതിനു വേണ്ടി തയ്യാറെടുത്ത ആളുകളെ അഭിനന്ദിക്കുന്നു. ഇതോടൊപ്പം പോലീസിനോട് സഹകരിച്ച മുഴുവൻ ആളുകളെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ സ്റ്റേഷനിലുള്ള എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു ടീം എഫേർട്ടാണ് ഇതിന് റിസൾട്ട് ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് അഭിമാനത്തോട് പറയാം,
മാവൂര് ഇപ്പം എല്ലാ കേസുകളും ഡിറ്റക്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്കായിട്ടുണ്ട്. ഒരു നല്ലൊരു ഇതായിരുന്നു. താങ്ക് യു. അതേപോലെ തന്നെ ജീപ്പും നമ്മൾ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. മാവൂര് ടൗണിൽ നമുക്ക് പ്രത്യേകമായിട്ട് ബീറ്റ് സിസ്റ്റത്തിൽ ബൈക്ക് പെട്രോളിംഗ് ഒന്നും കൂടി സജീവമാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രാത്രിയിലുള്ള ചെക്കിംഗ് സമയത്ത് സ്ട്രേഞ്ചേഴ്സിനെ കൂടുതൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കമ്മീഷണർ പ്രത്യേകം നൽകിയിട്ടുണ്ട്. കമ്മീഷണർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം DCP സാറിൻ്റെ സ്ക്വാഡും കൂടി ചേർന്നാണ് ഈ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ DCP അരുൺ പത്മൻ സാറിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. ഓരോ സ്ഥലത്തും പട്ടാബുക്കുകൾ QR കോഡ് വെച്ചിട്ട് തന്നെ ഞങ്ങളത് പരിശോധിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പട്ടാബുക്കുകൾ വെക്കുക, ആ പട്ടാബുക്കിൽ QR കോഡ് വെക്കുക. അപ്പോൾ നമുക്ക് എപ്പോൾ ചെക്ക് ചെയ്തെന്നുള്ള കാര്യം നമുക്ക് മോണിറ്റർ ചെയ്യാൻ കൂടി പറ്റാവുന്ന രീതിയിലുള്ള സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്.